ന്യൂസ് പ്ലസ് ആദ്യ മഴ വാർത്തകളിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. തൊട്ടിൽപ്പാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് നിന്ന് രതീഷ്, അതിശക്തമായ മഴയാണോ? മലയോര മേഖലകളിലെ അവസ്ഥ എന്താണ്? തൊട്ടിൽപ്പാലം പുഴയിലെ ജലനിരപ്പ് ആശങ്കാപരമായി ഉയർന്നിട്ടുണ്ടോ? 5:30 ആരംഭിച്ച മഴ ശക്തമാണ്. പൊതുവെ കോഴിക്കോട് ജില്ലയിൽ ഇതിൽ കുറ്റ്യാടി മേഖലകളിൽ വലിയ തരത്തിലുള്ള മഴയാണ്, കനത്ത മഴയാണ്. ഈ കുറ്റ്യാടി ചുരം, അതുപോലെ തന്നെ വനമേഖല തുടങ്ങിയ ഭാഗങ്ങളിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയുടെ പരിസര പ്രദേശത്തുള്ള എല്ലാ പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിൽ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന റോഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളം കയറിയ നിലയിലാണ്. മാത്രവുമല്ല, ഈ പശുക്കടവ് ഭാഗത്ത്, മരുതോങ്കര പശുക്കടവ് ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ പുഴയിൽ വലിയ തരത്തിലാണ് വെള്ളം ഉയർന്നതും കുതിച്ച് വലിയ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളിൽ ചില ആശങ്കയുണ്ട്. എന്നാൽ പ്രാഥമികമായി ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ, റവന്യൂ അധികൃതർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ മരുതോങ്കര പശുക്കടവ് ഭാഗത്ത് മുള്ളംകുന്ന് ഉന്നതിയിലെ 4 കുടുംബങ്ങളെ, ആ മുള്ളംകുന്ന് മലയുടെ ഭാഗത്തുള്ള 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇനി രാത്രിയും വലിയ കനത്ത മഴയുണ്ടെങ്കിൽ മാത്രമേ ആശങ്കയ്ക്ക് ഇടയുള്ളൂ എന്ന് തന്നെയാണ് റവന്യൂ അധികൃതർ പറയുന്നത്. എന്തായാലും മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. താഴ്ന്ന ഭാഗങ്ങളിലുള്ളവരുടെ, പുഴയോരങ്ങളിലൊക്കെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ മഴയെ, ആ മഴയുടെ ശക്തമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് റവന്യൂ അധികൃതർ കരുതുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ വലിയ തരത്തിൽ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളുണ്ട്. കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ വിലങ്ങാടിനടുത്ത പ്രദേശം എന്ന നിലയിലൊക്കെ തന്നെ വലിയ ആശങ്ക ഈ പ്രദേശത്തുള്ളവർക്കുണ്ട്. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റവന്യൂ അധികാരികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. വിനീൽ, രതീഷ്, ഇപ്പോൾ കോഴിക്കോട് നഗരമേഖലകളിലെ മഴ എങ്ങനെയാണ്? പുതുവിൽ മലബാറിലെ മഴ ചിത്രം എന്താണ്? പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ വൈകിട്ടോടുകൂടി മഴ ശക്തമായിരുന്നു. രാവിലെ ഇടവിട്ട് ശക്തമായ മഴ പെയ്തെങ്കിലും വൈകിട്ടോടുകൂടി അത് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലൊക്കെ തന്നെ, കോഴിക്കോട് മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. വൈകിട്ടോടുകൂടി അത് ശക്തി പ്രാപിച്ചു. ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളത്തിൽ മുങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രിയും ഈ മഴ തുടരുകയാണെങ്കിൽ താഴ്ന്ന ഇടങ്ങളിലൊക്കെ നഗരപ്രദേശങ്ങളിൽ വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, മാവൂർ പോലെയുള്ള താഴ്ന്ന ഭാഗങ്ങളിൽ, ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പതിവ് പോലെ ശക്തമായ മഴ പെയ്താൽ വളരെ പൊടുന്നനെ ജലനിരപ്പ് ഉയരുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുഴയോരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും മഴ കനത്താൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടവും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. മഴ ശക്തമാകും രാത്രിയോടെ എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും ഒക്കെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാർ നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് മലയോര മേഖലകളിൽ അടക്കം ശക്തമായ മഴയാണ്. മലബാറിലും മഴയാണ്. എറണാകുളം ജില്ലയിൽ അടക്കം ശക്തമായ മഴയാണ് തുടരുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.